രാഷ്ട്രീയ കേരളം വാണിമേലിനെ ഉറ്റുനോക്കുകയാണ്. ഇടതുപക്ഷം വാണിമേലിൽ നേടിയത് അഭിമാനകരമായ വിജയം. പ്രകടന പത്രിക പുറത്തിറക്കിയാണ് ഇടതുപക്ഷം ജനങ്ങളെ സമീപിച്ചത്. വാണിമേലിൽ ഇടതുപക്ഷത്തെ നയിച്ച ടി പ്രദീപ് കുമാർ നമ്മോട് സംസാരിക്കുന്നത്. വാണിമേലിൽ വിലങ്ങാട് വയനാട് ബദൽ റോഡ്, തിരിയക്കയം വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയാണ് ജനങ്ങളെ സമീപിച്ചത്. അപ്പോൾ വാണിമേലിൽ അഭിമാനകരമായ വിജയം നേടിയ സാഹചര്യത്തിൽ എന്ത് പറയാം? വിലങ്ങാട് വയനാട് ചുരമില്ല റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആദ്യ ഘട്ടം മുതൽ ഞങ്ങൾ ആരംഭിക്കും. ഇതിനിപ്പോൾ സർവേ നടപടികൾ ആരംഭിക്കാനുള്ള ഒരു ഉത്തരവായിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണോ അതിൻ്റെ ഫോളോ അപ്പ് വർക്ക് അത് പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ഞങ്ങൾ പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെ പഞ്ചായത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോരായ്മ. ഇനി അതുണ്ടാവില്ല. അപ്പോൾ ഇതിന് കുറേ സാങ്കേതിക തടസ്സങ്ങൾ നീക്കാനുണ്ട്. ആ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി റോഡ് യാഥാർത്ഥ്യമാക്കുന്നത് വലിയ ഒരു നേട്ടമായിട്ട് വരും. വാണിമേലിൻ്റെ മുഖച്ഛായ മാറും. അതുപോലെ തന്നെ വിലങ്ങാട് ഭാഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം സാധ്യതയെ നല്ല നിലയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇതോടൊപ്പം പൂർത്തിയാക്കുന്ന പദ്ധതിയാണ് തിരിയക്കയം. അതോടൊപ്പം തന്നെ ഈ വിലങ്ങാട് വയനാട് ബദൽ റോഡ് എന്ന് പറഞ്ഞാൽ വാണിമേലിൻ്റെ മാത്രമല്ല, നാദാപുരം നിയോജകമണ്ഡലത്തിൻ്റെയും വടകര താലൂക്കിൻ്റെ സമഗ്ര വികസനത്തിന് വഴിവെക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരുപക്ഷെ നാദാപുരത്തിന് വിഴിഞ്ഞം പദ്ധതി എന്നൊക്കെ പറയാവുന്ന ഒരു പദ്ധതിയാണ്. 3 പതിറ്റാണ്ടുകളായിട്ട് ഇത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലർക്കും ഇത് നടപ്പിലാക്കൊണ്ടുള്ളൊരു വിഷമമുണ്ട്. പലരും നമ്മളോട് മുതിർന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ കാലത്തെങ്കിലും ഇത് നടപ്പിലാവുമോ എന്നുള്ളൊരു ആശങ്ക പങ്കുവെക്കും. നേരത്തെ UDF വാണിമേൽ പഞ്ചായത്തും അതുപോലെ തന്നെ വടകര MP UDFൻ്റെ ആയിരുന്നു. കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആ ഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മുൻകൈ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർവേ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ചേർത്ത് പറഞ്ഞിട്ടുള്ള ടൂറിസം സാധ്യത. വാണിമേൽ എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ആ പ്രകൃതി രമണീയത നമുക്ക് നല്ല നിലയിൽ ടൂറിസം ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രകൃതിദത്തമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് തോണിക്കയമുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ ആദ്യഘട്ടം മുതൽ ഞങ്ങളിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താൽ ഉടനെ അതിനുവേണ്ടിയുള്ള ശ്രമം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാണിമേലിൻ്റെ മുഖച്ഛായ മാറുന്നു, അതോടൊപ്പം നാദാപുരത്തിൻ്റെ മുഖച്ഛായ മാറുന്നു. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വടകര താലൂക്കിലാകെ വയനാടിലേക്ക് പോകാനുള്ള ദൂരം കുറയുന്നു. ഇങ്ങനെ വലിയ സാധ്യതയാണ് വാണിമേൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഇതോടൊപ്പമാണ് വാണിമേലിൻ്റെ വികസന മുരടിപ്പ്. വാണിമേലിലെ ജനത കഴിഞ്ഞ 20 വർഷക്കാലമായി വികസനം എന്താണ് എന്ന് കണ്ടിട്ടില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം നല്ല നിലയിൽ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി. കേരള ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം പ്രധാനമായി നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള വലിയ പദ്ധതികൾ ആരംഭിച്ചു. ഇപ്പോൾ വളയത്ത് അതിൻ്റെ ഫലമുണ്ടായി, നരിപ്പറ്റ പഞ്ചായത്തിലുണ്ടായി, എല്ലാ പഞ്ചായത്തും ഇപ്പോൾ എടച്ചേരി ഉണ്ടായി, പുറമേരി ഉണ്ടായി. വാണിമേലൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പോലും കടലാസ് കിടക്കുകയാണ്, ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ടൗൺ നവീകരണം ഇവിടെ നടന്നിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ ചോർന്നൊലിക്കുന്ന പഞ്ചായത്ത് ഓഫീസാണ്. അതുപോലെ തന്നെ വാണിമേലിൽ ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സ്പോർട്സിൽ വലിയ കഴിവ് തെളിയിച്ച പ്രതിഭകളുണ്ട്. ഇവർക്കൊന്നും ഇന്നലകളിൽ നമുക്ക് വലിയ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു വലിയ മൈതാനം ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പറ്റണം. ഇതാണ് ഒരു വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും പിന്തുണയും വേണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. ഒരു ചരിത്ര വിജയമാണ് ജനത വാണിമേലിലെ 2 വർഷത്തേക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് ആ അർത്ഥത്തിൽ തന്നെ അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ഒരു ഉപേക്ഷയും അക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. വാണിമേലെ വിജയം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച വലിയൊരു നേട്ടമാണ്. ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് മകനീഷ് ന്യൂനപക്ഷങ്ങൾ ഒക്കെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് വാണിമേൽ ക്ലാസ് ക്രിസ്ത്യൻ ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം നിർണായകമാണ്. ആ വിഭാഗത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത്. അതേസമയം സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചെറിയ തിരിച്ചടികൾ ഇങ്ങനെ നോക്കിയിട്ടാണ്. സംസ്ഥാനത്താകെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചടി എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് വിലയിരുത്തി തിരിച്ച് മുന്നോട്ട് പോകുമെന്ന് പാർട്ടി വാണിമേലിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നു എന്നത് നമ്മൾ കാണുന്നു. അത് ഒരു വ്യത്യസ്തമായ നിലപാട് വാണിമേൽ ഉണ്ടായിട്ടുണ്ട്. വേറെ എവിടെ ഉണ്ടായിട്ടില്ല എന്നല്ല, വാണിമേൽ കുറച്ച് കൂടുതൽ അതുണ്ടായിട്ടുണ്ട്. ഇത് വോട്ടിങ്ങിൽ നമുക്ക് പ്രതിഫലിച്ചിട്ടുണ്ട്. നേരത്തെ 3400 വോട്ടുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു UDF തമ്മിൽ. 3400 വോട്ടിൻ്റെ വർധനവുണ്ടായിരുന്നു UDF. ഇപ്പോൾ അത് 1060 വോട്ടായി കുറഞ്ഞു. അപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണക്കാതിരുന്ന വലിയൊരു വിഭാഗം പിന്തുണച്ചു എന്നത് വളരെ വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അത് ഭാവിയിലും തുടർന്ന് ആ പിന്തുണ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ, നിലപാടുകൾ